നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ മാങ്ങ പുതിന ജ്യൂസാണ് തയ്യാറാക്കുന്നത്. നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് അത്. നമുക്ക് ശരീരത്തിൽ മാങ്ങഞ്ചി എത്രത്തോളം എത്തണോ അത്രയും നല്ലതാണ്. അപ്പം നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയും ചെയ്യും. നമ്മുടെ ആമാശയ സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറും. അതുപോലെ ഹാർട്ടിന് ഏറ്റവും ബെസ്റ്റ് ഒരു ജ്യൂസാണത്. ഇത് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാം. നമ്മുടെ പറമ്പിൽ കുറേ മാങ്ങഞ്ചി ഉണ്ടായി. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഐറ്റമായിട്ട് തയ്യാറാക്കണം. അപ്പോൾ ഇപ്പം ഞാൻ തയ്യാറാക്കുന്നത് ഒരു ജ്യൂസാണ്. പിന്നെ നമ്മളെടുത്തുള്ളത് ചെറുനാരങ്ങ, പുതിനയില, പഞ്ചസാര, ഉപ്പ്. ആദ്യം നമുക്ക് ഈ മാങ്ങഞ്ചി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. മാങ്ങഞ്ചി നമ്മൾ 4 കഷ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കാം. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇടാം. പിന്നെ അതുപോലെ തന്നെ പുതിനയുടെ ഇല ചേർക്കാം. പിന്നെ നമുക്ക് ചെറുനാരങ്ങ, ഇത് നമുക്ക് ഇതിൻ്റെ കുരു മാറ്റാം ആദ്യം തന്നെ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരില്ല. അതിൻ്റെ ജ്യൂസല്ല ഞാൻ ഒഴിക്കണേ, 4 പീസായിട്ട് അതിലേക്ക് തന്നെ ഇടണം. ആ നാരങ്ങയുടെ തൊലിയും കൂടി അടിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത്. ഇതുപോലെ ചെറുതാക്കിയിട്ട് നുറുക്കിടും. പിന്നെ പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ആവശ്യത്തിന് ഇട്ടും കൂടി ചേർക്കാം. ഒരു മധുരം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു നുള്ളുപ്പ്. 2 ഐസ് ക്യൂബ്സ് ഇട്ടുണ്ട്. നമുക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിക്കാം. നല്ലോണം ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതുപോലെ ഫൈനായിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ജ്യൂസ് മാറ്റാം. അപ്പം ഞാൻ ഐസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് ഒഴിക്കാം. അപ്പം നമ്മുടെ മാങ്ങ ഇഞ്ചി പുതിന ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ജ്യൂസാണിത്. ഇത് നമുക്ക് വെയിലത്തു നിന്നൊക്കെ വരുമ്പോൾ നല്ലൊരു ആശ്വാസം കഴിക്കുമ്പോൾ. ഇത് നമുക്കിങ്ങനെ ഈ ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഐസ് ട്രേയിൽ ഇട്ടിട്ടും ഒഴിച്ചിട്ടും നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമാകുമ്പോൾ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസും കട്ടയായിട്ട് ഇട്ട് കഴിഞ്ഞ് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. നല്ലൊരു തണവോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.